ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറി ഹൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റിയ ഒരു നല്ല മാർഗ്ഗമാണ് എംബ്രോയ്ഡറി ഹൂപ്പ്. അപ്പം ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വരയ്ക്കേണ്ട പിക്ചർ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെടിയുടെ പിക്ചറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തണ്ടിലേക്കാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫുള്ളും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. സൂചി 2-3 പ്രാവശ്യം ഇങ്ങനെ തുണിയിൽ പൊക്കിയെടുത്ത് അങ്ങനെ കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്തോരം പ്രാവശ്യം അങ്ങനെ പൊക്കി കൊടുക്കാൻ പറ്റും അത്രയും നേരം പൊക്കിയെടുത്തിട്ട് ഒരു പ്രാവശ്യം കൊണ്ടങ്ങ് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനുള്ളിലൂടെ ഇതുപോലെ നൂലങ്ങ് വലിച്ചെടുക്കാം. ഇതാണ് റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ച്. തണ്ട് ഫുള്ളും ഈ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 3 strands ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 6 strands അല്ലെങ്കിൽ 4 strands എന്തോരം വേണേലും എടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം സൂചി ഇങ്ങനെ പൊക്കിയും താത്തിയും കൊടുത്തിട്ട് മതി. ഒരു വലിയങ്ങ് വലിച്ചാൽ മതി. അല്ലെങ്കിൽ ഓരോന്ന് വീതം പൊക്കി താത്തിയിട്ട് വലിക്കാനിരുന്നാൽ കുറേ ടൈമും എടുക്കും, നമുക്ക് മടുക്കും. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും, നമ്മൾ അത്രയും പെട്ടെന്ന് മടുക്കത്തില്ല. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ സ്റ്റെം സ്റ്റിച്ചാണ് തണ്ടിനൊക്കെ ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. സ്റ്റെം സ്റ്റിച്ചാണ് ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി. അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കാണേണ്ടവർ അത് പോയി കാണുക. അപ്പോൾ അതുപോലെ ഈ തണ്ടുകൾ ഫുള്ളും ഈ റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ച് കൊണ്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ സൂചി അപ്പുറത്തെ വശത്തുള്ള തണ്ടയിലും കൂടി കയറിപ്പോയി. അപ്പോൾ ഒരു കെട്ട് വീണു. പക്ഷേ അത് സൂചി ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് എടുത്ത്, ഇല്ലെങ്കിൽ നമ്മൾ പകുതി വെച്ചത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നേനെ. ഇനി നമുക്ക് ലീവ്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയൊന്ന് സൂചി പൊക്കി എന്തോരം നീളം വേണോ അതിനനുസരിച്ച് സൂചി പൊക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ തണ്ടയിലേക്ക് താത്തി കൊടുക്കാം. എന്നിട്ട് അതിനേക്കാളും ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ അതിൻ്റെ പറ്റേ തന്നെ സൂചി പൊക്കി കൊടുത്തിട്ട് ആദ്യം കുത്തി ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും സൂചി കുത്തി കൊടുക്കുക. അങ്ങനെ എന്തോരം വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു നീളമുള്ള ഇല പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡിൽ കാണാമല്ലോ, അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം എംബ്രോയ്ഡറി ഹൂപ്പുകളൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കലണ്ടർ ഹൂപ്പ് അതുപോലെയുള്ള ഹൂപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റായിരിക്കും എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്ര നാൾ വേണേലും കളയാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഈ എംബ്രോയ്ഡറി ഹൂപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നും വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ വീണ്ടും ഒരു കെട്ട് വീണിട്ടുണ്ട്. അത് പക്ഷേ മറ്റേതിനേക്കാൾ എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ കെട്ട് വീഴാതെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് തന്നെ നമുക്ക് തണ്ടിന് ഫുള്ളും ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ തണ്ട് ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് പോലെ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബുള്ളിയൻ നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം സൂചി മുകളിലേക്ക് പൊക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആദ്യം കുത്തിയ സൈഡിലേക്ക് തന്നെ സൂചി പൊക്കി കൊടുക്കുക. എന്നിട്ട് സൂചിയിലേക്ക് 6 പ്രാവശ്യം നൂല് ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് ആ ചുറ്റി കൊടുത്ത നൂലിൽ പിടിച്ചിട്ട് സൂചി അതിലൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുക. ആദ്യം വലിക്കുമ്പോൾ നല്ല പാടായിരിക്കും. അപ്പോൾ അപ്പുറത്തെ കൈ കൊണ്ട് ആ ചുറ്റിയിരിക്കുന്ന നൂലൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് വേണം സൂചി മുകളിലേക്ക് വലിച്ചെടുക്കാനായിട്ട്. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്, അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് സൂചി പൊക്കിയെടുത്ത് ആ സ്ഥലത്ത് തന്നെ സൂചി വീണ്ടും താത്തി കൊടുക്കാം. അപ്പോൾ ഇതാണ് ബുള്ളിയൻ നോട്ട്. ഇത് തന്നെ നമുക്ക് കുറച്ച് സ്ഥലത്ത് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വയലറ്റ് കളറിലുള്ള 6 strands നൂലാണ് എടുത്തിരിക്കുന്നത്. 6 strands ആണ് ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. നമ്മൾ 3 strands ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. കാരണം അത് ചുറ്റുമ്പോൾ സൂചിയിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ സൂചി മുകളിലേക്ക് വലിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും, പെട്ടെന്ന് കെട്ടും വീഴും. 6 strands ആണെങ്കിൽ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് ബുള്ളിയൻ നോട്ട് ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവർ അത് പോയി കാണുക. ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. കാരണം നമ്മൾ തുണി കഴുകുമ്പോഴൊക്കെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തില്ല. കാരണം നല്ല ടൈറ്റായാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാത്ത ഒരു സ്റ്റിച്ചാണ്. നമുക്ക് ചുരിദാറിലും ഫ്രോക്കിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്താൽ കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ബുള്ളിയൻ നോട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ലാഗാക്കാതെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഈ ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. അപ്പം ഞാനത് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഓരോ ഇതളിലേക്കും ഇതുപോലെ 6 strands നൂലെടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. എല്ലാ ഇതളും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയും നമ്മൾ 6 strands നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് നേരം മുമ്പ് ചെയ്ത ബുള്ളിയൻ നോട്ട് ചെയ്ത സ്ഥലത്ത് തണ്ടില്ലാതെ കുറച്ച് സ്ഥലം ചെയ്ത് കിടപ്പുണ്ട്. അവിടെ വീണ്ടും തണ്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫ്ലവറില്ലേ, അതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫ്ലവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അതുപോലെ തന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചസ്, സ്റ്റിച്ചിങ് വീഡിയോ, പിന്നെ ക്രാഫ്റ്റ് അതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് നമ്മൾ ഇതളുകൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നടുക്കത്തെ ആ ഒരു ഭാഗത്തേക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഏകദേശം റെഡിയായി. ഇതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് യെല്ലോ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വേറെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.